സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷം ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി ഗുരുവായൂരിൽ നടക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് അറിയിച്ചു. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സംസ്ഥാന അവാർഡുകളും മന്ത്രി പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10-ന് ഗുരുവായൂരിൽ നടക്കുന്ന അക്കാദമിക് സെക്ഷന്റെ ഉദ്ഘാടനം വ്യവസായ വകുപ്പ് മന്ത്രി പി. രാജീവ് നിർവഹിക്കും. ബുധനാഴ്ച രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും തദ്ദേശക മാസികയുടെ പ്രകാശനവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ് നിർവഹിക്കും. ഉച്ചയ്ക്ക് 12-ന് നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 2025 നവംബർ 1 ആകുമ്പോഴേക്കും അതിദാരിദ്ര്യമില്ലാത്ത കേരളമെന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ നീങ്ങുകയാണെന്ന് മന്ത്രി പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ഇതിനകം 5,41,316 വീടുകൾ അനുവദിച്ചു. ഇതിൽ 4,29,425 വീടുകൾ പൂർത്തിയാക്കി. 1,11,891 വീടുകൾ നിർമ്മാണത്തിലാണ്. ത്രിതല പഞ്ചായത്തുകളിൽ കെ-സ്മാർട്ട് പദ്ധതിയുമായി മുന്നോട്ടു പോകുകയാണെന്നും എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരതയുള്ള ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണെന്നും മന്ത്രി അറിയിച്ചു. തദ്ദേശ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സംസ്ഥാന അവാർഡുകൾ മന്ത്രി പ്രഖ്യാപിച്ചു. സ്വരാജ് പുരസ്കാരത്തിൽ സംസ്ഥാനത്തെ മികച്ച ജില്ലാ പഞ്ചായത്തായി കൊല്ലം ജില്ലാ പഞ്ചായത്തിനെയും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി മലപ്പുറം പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിനെയും മികച്ച രണ്ടാമത്തെ ബ്ലോക്ക് പഞ്ചായത്തായി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനെയും തിരഞ്ഞെടുത്തു. മികച്ച ഗ്രാമപഞ്ചായത്തായി കോട്ടയം വെളിയന്നൂർ പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തപ്പോൾ 3-ാം സ്ഥാനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി പ്രഖ്യാപിച്ചപ്പോൾ തൃശൂരിന് അഭിമാന നേട്ടമായി. 1-ാം സ്ഥാനം ഗുരുവായൂർ നേടിയപ്പോൾ 2-ാം സ്ഥാനം വടക്കാഞ്ചേരി നഗരസഭയ്ക്കാണ്. മികച്ച മുനിസിപ്പാലിറ്റി ആകെ 250 മാർക്കാണ്. 168 മാർക്ക് നേടിയ തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിക്കാണ്. 138 മാർക്ക് നേടിയ തൃശൂർ ജില്ലയിലെ തന്നെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്കാണ് 2-ാം സ്ഥാനം. സ്വരാജ് ജില്ലാ പുരസ്കാരത്തിൽ 1-ാം സ്ഥാനം എളവള്ളി ഗ്രാമപഞ്ചായത്തും 2-ാം സ്ഥാനം നെന്മണിക്കര ഗ്രാമപഞ്ചായത്തും നേടി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള മഹാത്മാ പുരസ്കാരത്തിന് ജില്ലാതലത്തിൽ 1-ാം സ്ഥാനം വെങ്കിടങ്ങ് പഞ്ചായത്തും 2-ാം സ്ഥാനം പാവറട്ടി പഞ്ചായത്തും നേടി. മികച്ച നഗരസഭയ്ക്കുള്ള മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം വടക്കാഞ്ചേരി നഗരസഭയ്ക്കാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷ്, ഡയറക്ടർ സൂരജ് ഷാജി, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TC വിനോസ്, തൃശൂർ.